ജെയിംസ് ബോണ്ട് 007 കളിക്കാൻ പോകുന്നു. ഓക്കെ, This is proof the golden age. അതിന്റെ വേറെ കഥയോ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആദ്യം തൊട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി മനസ്സിലാവും, അല്ലെങ്കിൽ ലൈവ് ഇവിടെ ഉണ്ടാവും. ഞാൻ ഇത് വേണമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ അപ്ലോഡ് ചെയ്യാം. എടാ, എന്നെ നീയൊക്കെ പറഞ്ഞു പറ്റിച്ച, നീയൊക്കെ വെറും കള്ളന്മാരാണ്. എനിക്കത് പറയാൻ മറന്നുപോയി ഞാൻ. നീയൊക്കെ കള്ളനാ. നീയല്ല ലൈവ് ആണെന്നതിനെല്ലാം കള്ളന്മാരാ നീയൊക്കെ. 10 മണിക്കൂർ 15 മണിക്കൂർ ഉള്ളെന്ന് പറഞ്ഞിട്ടേ നീയൊക്കെ അത് 40 മണിക്കൂർ എന്തുകൊണ്ട് അതിന്റെ ഫുൾ ഗെയിമില് തുടങ്ങാൻ വേണ്ടി എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞ് ഞാനാണെ വാക്കും തന്നുപോയി. വാക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നീ എന്നൊക്കെ എന്നെ ഗുണ്ടേന്നും വിളിക്കും. അതുകൊണ്ട് മാത്രം ഞാനത് ഇന്ന് മേടിച്ചത്. 40 മണിക്കൂർ 2 ദിവസത്തിൽ അത് തീർക്കും. കള്ളൻ ഉറുമ്പ് അടിക്കണം ഇവന്റെയൊക്കെ മനത്തില്. The golden age of toys. Age of toys has already happened, because in the 1980s, Hot Wheels created cars that were designed to crash by using spring-loaded body panels that simulated damage in real time. Since when hit against a wall or obstacle, a panel on the car would spin to reveal dented or wrecked detailing, reminding us that the best toys were built, not programmed. അത് പറഞ്ഞപ്പോഴാ നിങ്ങളൊരു സാധനം കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ പ്രാന്തുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്ത് തരാം. ഹോട്ട് വീൽസ് ഒക്കെ പോലെ ചൈനീസ് ബ്രാൻഡാ, മസ്റ്റ് ബി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സാധനം കണ്ടാ. ഇത് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചതാണേ. ഇതിന്റെ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഒരു ഐറ്റം സാധനമാണ്. പക്ഷെ വെയിറ്റ് നിങ്ങൾ ഒരു മുട്ട വെയിറ്റ്, ഭയങ്കര സ്റ്റീലിന്റെ സാധനമാണത്. ഇത് കണ്ടോ, ഡീറ്റെയിലിംഗ് കണ്ടോ വണ്ടിയുടെ. കിടില സാധനമാണ്. മസ്ഡി എന്നാണ് ബ്രാൻഡിന്റെ പേര്. 1:64 സ്കെയില്. താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായോ? എവിടെ മേടിച്ചു ഇതിന് 1800 രൂപ എന്തോ ആണ് ഈ സാധനത്തിന്. ഞാൻ പിന്നെ ദേവൂട്ടൻ ഭയങ്കര ബഹളം വെച്ചിട്ട് ഒട്ടും അവന്റെ ഇത് സഹിക്കാൻ വയ്യാതെ ഞാൻ വേറൊരു വണ്ടിയും കൂടെ എനിക്ക് മേടിക്കേണ്ട വന്ന്. ഞാൻ കാണിച്ചു തരാവേ, ഒരു സെക്കൻഡ്. തൊണ്ട പോയി ആയിരം ചത്തു ഞാൻ. ഹലോ അളിയാ, പോയി ഇപ്പൊ വരും. ഒരു സാധനം എടുക്കാൻ എത്ര വേണ്ടി പറഞ്ഞിട്ടും ദേവൂട്ടം കേട്ടില്ല. പിന്നെ ഞാൻ ഇതങ്ങ് മേടിച്ചു ഗൈസ്. ഇതാണ് സാധനം. ആരിന് ഈഗിളിനാ ഇല്ല എങ്ങനെ? ഇല്ല എന്ത് പറയാനാ, വഴക്ക്, പിള്ളേരുടെ ഓരോ വഴക്കേ. അളിയ എനിക്ക് ഓട്ടിക്കാൻ തരുമോ? ദേവൂട്ടന്റെ സെലക്ഷൻ കൊള്ളാം. അളിയ ഈകളാ ഓപ്പൺ ഗണ്ഡം സ്റ്റൈൽ. കണ്ട കൈ വെച്ച് കറക്കിയ ഭയങ്കര സ്പീഡായിട്ട് പോകും തോന്നുന്നു. നിങ്ങൾ പറഞ്ഞ കൈസ് എത്ര സ്പീഡ് പോകും? മാക്സിമം എത്ര സ്പീഡ് പോകും അറിയാവോ? മാക്സിമം എത്ര സ്പീഡ് പോകും? ദേവൂട്ടന്റെ സെലക്ഷൻ ഭയങ്കര കിടലാണ് ഇപ്പം. ദേവൂട്ടന്റെ സെലക്ഷൻ ഭയങ്കര അടിപൊളിയാ ഇപ്പൊ. അവൻ ഓക്കെയാണ്. 50 km/h. അതെ 50 km/h. ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല. ആരും ഇതിൽ പറയാനുണ്ടോ? എനിക്ക് അത് ഓഫ് ചെയ്തിട്ട് വരാം. ഇത് കണ്ടോ, കുറെ ലൈറ്റ് മോഡ്സ് ഉണ്ട് ഇതിനകത്ത്. ഇതിനുണ്ടോ, ലൈറ്റ് ഇല്ലാതാക്കാം, ലൈറ്റ് കത്തി നിർത്താം, അല്ലാതാക്കാം.
ചേർക്കം കൊള്ളാടാ, ദൈവം കൊള്ളാം. ദേവൂട്ടന്റെ പേരും ഓക്കെ. പറഞ്ഞു. അളിയാ വോട്ടിക്കാൻ പോയേ, ഈകള് വോട്ടിച്ച് നോക്കാൻ പോയെ. നല്ല സെലക്ഷനുള്ള പയ്യനാ. അളിയാ ഈകളെ ആ അളിയാ വിഷയം, അളിയാ വിഷയം. Thank you, എനിക്ക് വോട്ടിക്കാൻ തരുമോ? ഇല്ലടാ, നിനക്ക് തരൂല. ദേവൂട്ടന്റെ ആടാ, ദേവൂട്ടന്റെ അടുത്ത് ചോദിക്കണം. എനിക്ക് ദേവൂട്ടന്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഈകളിപ്പൊ വയ്ക്കാമോന്ന് പറഞ്ഞിട്ട് റൗണ്ട് അടിച്ചല്ല അതില്. ഇത് തിരിച്ചു കൊടുക്കണം. അപ്പൊ ദേവൂട്ടൻ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും. 11:30 പതിനരയല്ലേ? സോ ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങിയാലാ? ബ്രോ, എനിക്കൊരു കഥ പറയാനുണ്ട്. പറഞ്ഞോ. എനിക്കൊരു നമ്മുടെ ലൈവ് കണ്ടിട്ടൊരു പ്രപ്പോസൽ വന്നു. പിന്നീട് ബ്രോ, പ്രപ്പോസ് എനിക്കൊരു പ്രപ്പോസൽ വന്നു. പിന്നീട് എന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടന്റെ ഐഡിയ ഒക്കെ തപ്പിയെടുത്തതൊക്കെ പറഞ്ഞ് ഭയങ്കര മെസ്സേജ് അയച്ചു. ഇത് രഘുലിന്റെ fake account. അല്ല, പേര് അഞ്ജിത എന്നായിരുന്നു. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് കുറച്ച് കഴിഞ്ഞപ്പോ അറിഞ്ഞൂടല്ലോ ഇവൻ കുണ്ടൻ എന്ന് പറഞ്ഞിട്ട്. അതല്ല, പക്ഷെ ശരിക്കും അവന്റെ പേര് അഞ്ജിത എന്നായിരുന്നു. അവ ആളായിരുന്നു. ആ വീഡിയോയിൽ അങ്ങനെ പറയുന്ന എല്ലാം കൂടി കേട്ടിട്ട് എന്റെ അടുത്ത് കുണ്ടത്തരം കാണിച്ചു വരുവോ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ ഒരാളല്ലെന്ന്. അയ്യാ ഞാൻ പറഞ്ഞല്ലോ. അഞ്ജിത് അല്ലേ? ആ, പക്ഷെ ഞാൻ തെറ്റിദ്ധരിച്ച് അഞ്ജിത എന്നായി പോയി. ഞാൻ 2 ദിവസം മെസ്സേജ് ഒക്കെ അയച്ച്. ഇച്ചിരി കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ അളിയാ ഇവൻ കുണ്ടൻ. എന്റെ ഇതിനകത്തോട് ഡ്രാഗ് ചെയ്തിട്ടേക്കരുത്. നീയൊക്കെ നിന്റെ പാടായി, മനസ്സിലായ? അഞ്ജിത് ഏത് പോലും ഈകളുടെ വീഡിയോ കണ്ടിരിക്കുന്നു, മനസ്സിലായി? ഈകളുടെ കൂടെ കിടന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായ? എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത് ആർക്കറിയാം. അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കട്ടെ. 2 ദിവസം മെസ്സേജ് അയച്ചത്. 2 ദിവസം നൈറ്റ് ഒക്കെ ഇരുന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു അളിയാ. നൈറ്റ് ഒക്കെ ഇരുന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു, എന്തെങ്കിലും കിട്ടുമോന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഡേറ്റിന് വല്ലതും പോയായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിക്കാൻ പോലും വയ്യ. എന്നെ വിട്, വിടന്ന് കരയുമായിരുന്നു. എന്നെ വിട്. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിനക്ക് ഒഫൻസീവ് ആയിട്ട് തോന്നരുത്. ഇല്ല വീഡിയോ കോളിലാണോ നിനക്ക് കാര്യം മനസ്സിലായത്? അല്ല, ഞാൻ ഫോട്ടോ ചോദിച്ചു. ഡീപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്കൊരു ഓഡിയോ മെസ്സേജ് അയച്ചു. അപ്പൊ ഇത് അളിയ ഞാൻ പറഞ്ഞില്ല. ഡീസന്റ് അടിച്ചാന്ന് പറയാം. ഡീസന്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ മൂത്രം വെച്ചിട്ട് പെട്ടെന്ന് വരാം. ഫ്രഷ് ഫോട്ടോ ചോദിച്ചോളെ ഒരു നീട്ടമുള്ള സാധനം അയച്ചു കൊടുത്തിരിക്കുന്നു, മനസ്സിലായ? അതിനാണ് അവന്റെ മനസ്സിലായി. അതിലാണ് അവന്റെ മനസ്സിലായി. ഓപ്പൺ ഒൺസ്. ശരിയില് ഈ സിംഗിൾസ് ഒക്കെ ആയോണ്ടേ ഈ കമ്മിറ്റഡ് ആയവർക്ക് അതിന്റെ വിഷമം ഒന്നും അറിഞ്ഞൂടാ. നമ്മള് സിംഗിൾസ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ആരെങ്കിലൊക്കെ മെസ്സേജ് അയച്ചപ്പോ നമ്മള് വീണ് പോകും. ഇതിന്റെ വേള ഡീസന്റ് ആയിട്ട് എനിക്ക് പറയാറുണ്ടോടെ. ഈ അവസ്ഥയൊക്കെ നിനക്ക് വരാതിരിക്കട്ടെ. ദൈവമേ, ഒന്നാതെ ചുമയാണ് കേസ്. ചിരിച്ചിരിച്ച് ഛർദ്ദലരുന്ന് തോന്നുന്നു. എന്നാലും ഉറക്കത്തൊക്കെ കളഞ്ഞ അവൻ മെസ്സേജ് ഒക്കെ അയച്ചോണ്ടിരുന്ന് കാണുമല്ലോ. ഞാൻ എനിക്ക് ചിരി വരുന്നു. അല്ലെങ്കിൽ 5.A എന്നായിരുന്നു. ഞാൻ വിചാരിച്ചു മറ്റേ പേരിന് മറ്റേ കിട്ടാൻ വേണ്ടി വല്ലായിരിക്കും. 5.A അഞ്ചുതാന്ന് നീ വിചാരിച്ചാടാ? 5.A. ഞാൻ 5 വായിച്ചിട്ട് ഇത് മെസ്സേജ് ഹായ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ്.
ഹായ് ചൊട്ടുവാ എന്താ ചേട്ടാ ചേട്ടാ അങ്ങേ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നു, ഞാൻ പതറിപ്പോയി, ഞാൻ സിംഗിൾ അല്ലേ. എല്ലാം പോയി. കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കാം, കുടലൊന്നു തോന്നുന്നു. പയ്യനങ്ങനെ നിക്കാന്ന് വിചാരിച്ചാണ്. എനിക്കൊരു ഓഡിയോ മെസ്സേജ് ഒന്ന് നോക്കിയോ, എനിക്കിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ? എനിക്ക് നിന്നെ കാണണം. ആ ഞാൻ വോയിസ് അയച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ നാളെ ഡേറ്റിനെ കണ്ട് പോയിരുന്നതാ അങ്ങോട്ട്. വോയിസ് അയച്ചോ ഓപ്പൺ ഓൺസ് അയച്ചോന്ന് ആര് കണ്ട്? നീ ചിലപ്പോ ഓപ്പൺ ഓൺസ് അയച്ചതാ വോയിസ് എന്ന് പറയുന്നു ഇവിടെ നമ്മളെ പറ്റിക്കാൻ. നിനക്ക് എങ്ങനെ ഓപ്പൺ ഓൺസ് എന്ന് പറയാൻ പറ്റൂലല്ലോ. നമ്മള് ഉടനെ തന്നെ ഇതാക്കുമല്ലോ കുണ്ടനെന്ന് പറഞ്ഞിട്ട്, മനസ്സിലായ? എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ല. അപ്പൊ അതാണ് സത്യം ഗൈസ്, മനസ്സിലായ? ഓപ്പൺ ഓൺസ് അയച്ചിരിക്കുന്നു, അതാണ് സത്യം. നിങ്ങൾ പറ 100% അല്ലേ? 100% അല്ലേ? ഇതിൽ എന്നെ മനസ്സിലായില്ല, അവന്റെ റിപ്ലൈയിൽ എന്നെ മനസ്സിലായല്ലേ? ഓപ്പൺ ഓൺസ് സത്യം. അങ്ങനൊന്നുമല്ല, വോയിസ് മെസ്സേജ് വന്നപ്പോഴേ ഞാൻ നിങ്ങളെ ബിലീവ് ചെയ്തെങ്കിൽ 100 ഇട്, 100% ഇട്, 100% ഇട് ചാറ്റില്. 100 യെസ് എന്നല്ല 100% ഇട്. ഇതാ വന്നേ കണ്ട 100. നിനക്ക് ഓപ്പൺ ഓൺസ് ആണ് വന്ന്, അത് നമ്മളെ മനസ്സിലായി. കണ്ട നിന്റെ ആ റിപ്ലൈനെല്ലാം നമ്മൾ മനസ്സിലായി. നിക്കണേ 100 അത്രേ ഉള്ളൂ. ഇപ്പൊ നിക്കോട് വിചാരിച്ചു കാണും, തള്ള ഇമ്മാരുടെ അടുത്ത് ചുമ്മാ ഇല്ല ഞാൻ പറഞ്ഞേ. ഇതിനകത്തൊക്കെ എന്ത് പറയാനാ? ആലോചിച്ചുക്കളി, ഞാൻ ഡേറ്റിനും എല്ലാം പോയായിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞേക്ക്, നീ പെണ്ണാവടാ. എന്നിട്ട് എന്തിനാ രഘുലിനെ കെട്ടാനാണ്? അത് തന്നെ കറക്റ്റ് ആയിരിക്കും. നിനക്ക് ആണുങ്ങളല്ലേ ഇഷ്ടം, പെണ്ണാണെങ്കിൽ പെട്ടെന്ന് പൊക്കാം. ഏത് അയ്യോ ഹലോ, അവിടെ പോയി ചിരിച്ചോണ്ടിരുന്ന ആളിയാ? അല്ലല്ല ഒന്നുമില്ല. എന്റെ അമ്മേ, എന്തടയാ ഇതൊക്കെയാണ് ഗൈസ് കേരളത്തിൽ സംഭവിക്കുന്നത്. എന്തായി? ഒന്നുമില്ല. ഓ മനസ്സിലായി. എന്റെ അമ്മോ, എന്തിനൊക്കെയാണ് ഞാൻ കാണുന്നേ? എന്തടയാ എന്റെ പൊന്നോ, ഡാർക്ക് ഓഫ് ദ ഡാർക്ക്. എന്താ പറയാ? എടാ പോടാ, ഞാൻ എന്ത് പറയാൻ? ഇത് എങ്ങോട്ടാ പോണേ? ഇത് മയില് എന്തളിയാ? ഇത് നിങ്ങൾ നോക്കിക്കോ, ഇത് സംതിങ് ഔട്ട് ഓഫ് ദ ഈ സ്ട്രീമിംഗ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കൊക്കെ പുറത്തു പോകാൻ പോകുന്ന ഒരു സാധനമാണ് മയില്. ആലോചിക്കാൻ പോലും വയ്യടേ. എന്താ മോളെ നിനക്ക്? പോയിക്കണം ഉറങ്ങണേ. ഓ ട്രോമയായടാ ഞാൻ. ചെല്ല് കേസാകുമല്ലോ ഇത് ഉറപ്പായിട്ടും. എന്റെ പൊന്നോ ഫക്ക്. ഈ MRC വേഴ്സസ് MRC ഇഷ്യൂ കുറച്ച് വിയേർഡ് ആൻഡ് ഡാർക്കിലോട്ട് പോകും, ഉറപ്പാണ്. മനസ്സിലായ? എന്തായാലും നമുക്ക് ടോപ്പിക്ക് വിടാം. നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. ബ്രോ, ഈ വാച്ചിങ്ങിലൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം പോയിട്ട് കരിയർ എൻഡിങ് സ്കീമാ വരാൻ പോണേ. മനസ്സിലായേ? ഇവര് ഇവിടെ എടുത്തു വെച്ച് കാണിക്കുന്നതിന് റിപ്ലൈ ആയിട്ട് നാളെ ഇനി പല ആൾക്കാർ പലതും കൊണ്ടുവരും. മനസ്സിലായ? പലതും കൊണ്ടുവരും. സോ ഇതിവിടെ നിൽക്കാൻ പോള. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്ത്
ലെറ്റ്സ് ഗോ ഗൈസ്. ഇതൊരു അബ്സല്യൂട്ട് സിനിമയാണെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. സോ ഫുൾ സ്ക്രീൻ ഇടുക, എൻജോയ് ചെയ്യുക ഗെയിം. നിങ്ങളുടെ ചാറ്റ് ഇന്ററാക്ഷൻ പോലും ഞാൻ വേണമെന്ന് പറയത്തില്ല. ലാഗ് ഉണ്ടെന്നോ? അല്ലെ സ്ട്രീം എന്തോ ഇതാ സ്ട്രീം ക്യാമറ എല്ലാം ഇത് അത് ഷെയ്ഡർ ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഒരു മിനിറ്റ് അതിന്റെ ഗൈസ് ഒരു സെക്കൻഡ് ഞാനിപ്പോ മാറ്റി തരാം. വെയിറ്റ് ചെയ്യാം. അതാ ഷെയ്ഡർ ഇപ്പൊ ലൈവ് കറക്റ്റ് അല്ലേ? ഇപ്പഴും ലൈവ് ലാഗാണോ? ഇപ്പഴും ലൈവ് ലാഗാണോ? ഇല്ല ഇപ്പൊ അത്ര ലാഗില്ല. ഇപ്പൊ ലാഗില്ല. ക്യാമറ സെറ്റ് ലാഗില്ല. ഓക്കെ ഗൈസ്, അതെ ഇപ്പൊ ഷെയ്ഡർ ലോഡ് ആവുന്നവരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലാഗ് ഉണ്ടാവും. ആ ലാഗ് ഒന്ന് ഇതാക്കണം. അത് ഫുൾ ഗ്രാഫിക്സിലായിരിക്കും. കാരണം 1590 ആയതുകൊണ്ട് ബൈ ഡിഫോൾട്ട് റെക്കമെൻഡേഷൻ ഫുൾ ഗ്രാഫിക്സ് ആയിരിക്കും വരാൻ പോണം. അതുകൊണ്ട് കണ്ടാ പ്രീലോഡ് ഷെയ്ഡേഴ്സ് ലോഡ് ആവുക. നിങ്ങക്ക് സ്ക്രീൻ കാണാമോ നിങ്ങക്ക്? ക്യാം ലാഗ് വോയിസ് ഡിലേ. വെയിറ്റ് ലോഡ് ആവട്ടെ. കാണാം. ഇപ്പൊ ഓക്കെ ആയോ? ക്യാമൊക്കെ ഓക്കെ ആയോ? ക്യാം ഓക്കെ ആയോ? ഓക്കെ. എനിക്കെന്ത് ക്ലാരിറ്റി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനല്ലേ ക്യാം സൈസ് കുറയ്ക്കും. അതൊന്നും റീഡ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ ഒന്നുമില്ലേ? ഒന്നുമില്ല, ചുമ്മാ അടിച്ചു വിട്ടാ മതിയാ? റീഡ് ചെയ്യണം. എന്നാലും അറിയാലോ ഇത് 18+ ആയിട്ടുള്ള ഗെയിമൊക്കെ ആയിരിക്കും. ആക്ഷൻസും ഫൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഡു എൻജോയ് ദ ഗെയിം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു അൾട്ടിമേറ്റ് സിനിമ എന്നാണ് എല്ലാരും എന്നോട് പറഞ്ഞത്. അപ്പൊ നിങ്ങളും അത് അതേപോലെ ഗെറ്റ് റിവാർഡ്. വിസിറ്റ് ദ കസ്റ്റമൈസേഷൻ മെനു ടു കോസ്മെറ്റിക് റിവാർഡ്സ്. യു ഓൾറെഡി അൺലോക്ക്ഡ് ദ ഏൺ ദ നമ്പർ, സ്റ്റാർട്ട് സ്റ്റോറി ഓപ്ഷൻസ്. ഞാൻ അതിനു മുമ്പേ ഗൈസ് ഗ്രാഫിക്സ് ഒക്കെ ഏതാ കിടക്കുന്നത് നോക്കട്ടെ. DLSS ഓൺ ആക്കണോ? ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എല്ലാം അൾട്ര ആണ് ഗൈസ്. എല്ലാം എവറിത്തിങ് ഈസ് അൾട്ര. എവറിത്തിങ് ഈസ് അൾട്ര. എല്ലാം ഓൺ ആണ്. DLSS ജനറേഷൻ മാത്രം ഓഫ് ആണ്. വോയിസ് ലാഗ് ഉണ്ടെന്നോ? വോയിസ് ഡിലേ ഉണ്ടോ ഗൈസ്? റീഫ്രഷ് ചെയ്ത് നോക്കിയേ നിങ്ങൾ. ലൈവ് റീഫ്രഷ് ചെയ്തേ. ചെറുതായിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നു. എന്റെ നെറ്റ് പോയാ? സംസാരിക്കളെ ഗൈസ് ഓക്കെ. ഇപ്പൊ നോക്കിയേ വോയിസ് ഡിലേ ഉണ്ടോ? ഇപ്പഴും വോയിസ് ഡിലേ ഉണ്ടോ? ഇല്ല. സെറ്റാണ് ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഉണ്ട്. നോ ഓക്കെ. യെസ് ഉണ്ടെന്നോ? അവരുടെ നെറ്റ് സ്ലോ ആയിരിക്കും. അല്ലല്ല ഗൈസ്, ഒന്ന് നിങ്ങൾ ലൈവ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യ്. ഞാൻ ഒന്ന് നോക്കി നോക്കട്ടെ. ലൈവ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ശരിയാവും. ലൈവ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പോഴും ഇങ്ങനെ ഡിലേ ആണോ? അതെന്ത് പറ്റി? എനിക്ക് ഡിലേ കാണിക്കുന്നില്ല ഗൈസ്. എനിക്ക് ചാറ്റ് കണ്ടിട്ട് എന്തോ പോലെ ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കളിക്കാനുള്ളൊരു മൂഡ് പോലും തോന്നില്ല. സത്യം പറയാലോ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണേ? എന്താണ് ചില്ലാവ് ഗൈസ് എല്ലാരും. ഞാൻ സത്യം പറഞ്ഞ എന്റെ മൂടൂടെ പോയിട്ടോ മയില്. എന്താ എടാ അളിയാ, നീ ഒന്ന് ചില്ലായടാ രഘുലേ.
ഗൈസ് നമുക്ക് നാളത്തേക്ക് മാറ്റി വെച്ചാലോ? നമുക്ക് നാളെ തുടങ്ങിയാലോ? ഫ്രഷ് ആയിട്ട് നാളെ തുടങ്ങിയാലോ? ഇന്ന് ഇതെല്ലാം ഈ ഇഷ്യൂ ഇതുമെല്ലാം ആയിരിക്കും. ഇനി എന്തൊക്കെ വരുന്നോ അതെല്ലാം നമ്മുടെ ചാറ്റിലോട്ട് കൊണ്ടിടും. നമുക്ക് നാളെ തുടങ്ങിയാലോ? നാളെ കുറച്ചു നേരം ഒന്ന് ഇരിക്കാം നമുക്ക്. അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾ ആ ഇഷ്യൂ ഒക്കെ എന്താന്ന് വെച്ചാൽ പോയി ഇതാക്കുക. അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു മൈൻഡ്. സത്യം പറഞ്ഞ ഇത് ഫുൾ ടൈം അല്ലെങ്കിൽ ഇതിനകത്തോട്ട് കൊണ്ടിട്ട്. മേറോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. നമ്മുടെ ഇത് ഒരു കളിക്കാനുള്ള മൂഡ് കൂടെ കളയും. ഗൈസ് നമുക്ക് നാളെ തുടങ്ങാം. നാളെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. എനിക്ക് കളിക്കാൻ മൂടില്ല കഴിയൊന്നും അല്ല. എനിക്ക് കളിക്കാൻ നാളെ തൊട്ട് ഇരിക്കാം. നാളെ തുടങ്ങാം ഗൈസ്. ഈ ഇഷ്യൂസ് എല്ലാം തീരട്ടെ. ലൈക്ക് ഇത് എന്തായാലും എന്റെ അകത്തോട്ട് കൊണ്ടുവരും. മനസ്സിലായ? ഇത് ഉറപ്പാണ്. നമുക്ക് നാളെ തുടങ്ങാം. അപ്പൊ അതാണ് നല്ല ഫ്രഷ് ആയിട്ട് നല്ല മൈൻഡ് സെറ്റ് തുടങ്ങാം. ഇതൊരുമാതിരി സത്യം ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയി എന്റെ കൂടെ വൈബൊക്കെ ആയിരുന്നു. എടാ ഞാൻ ലൈവ് സെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം ഗൈസ്. അപ്പൊ ഞാൻ ലൈവ് നിർത്തുക. ഈ ഇഷ്യൂ ഒക്കെ ഒന്ന് കഴിയട്ടെ. എടാ ഇന്ന് RP ഇല്ലാണ്. RP കയറുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒന്നാമതേ മൈൻഡ് ഒക്കെ ഇട്ടിരിക്കണം. അതിലൂടെ RP ഇന്നെന്തായാലും ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാ. അപ്പൊ നാളെ വരാം. ഈ ഇഷ്യൂ ഒക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ. എല്ലാവരുടെയും POV ഒക്കെ വന്ന് പറയട്ടെ. മൈരി കണ്ടിട്ട്. അപ്പൊ ഞാൻ നാളെ വരാം. അപ്പൊ ബൈ. അപ്പൊ ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. നാളെ തൊട്ട് നമുക്ക് തുടങ്ങാം കേസ്. നാളെ ഒരു എക്സ്ക്യൂസസ് ഉണ്ടാവില്ല. നമ്മൾ നാളെ തൊട്ട് തുടങ്ങാം. എന്തൊക്കെയാ നടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ബ്രോ. എനിക്ക് ഇതിനകത്തൊന്നും യാതൊരു ഇൻവോൾവ്മെന്റ് ഇല്ല. എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ കാണാം. അപ്പൊ ബൈ ടാറ്റ. ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. സുഖനിദ്ര, ശുഭനിദ്ര. സീ യു ടുമോറോ. ബൈ.